അമ്മ സംഘടനയും ലക്ഷ്മിപ്രിയയുടെ നാടകത്തിനും ശേഷം യൂട്യൂബിൽ ഏറ്റവും വൈറലായിട്ട് നിൽക്കുന്ന ഒരു കണ്ടൻറ്റാണ് അഹാനകൃഷ്ണ ആൻഡ് സിന്ധുകൃഷ്ണ ഫാമിലി ഇഷ്യൂ. കറൻ്റ്ലി ഭയങ്കര വൈറലായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ അവർക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് വളരെ വൈറലും വളരെ ആൾക്കാർ ഒരുപാട് എടുത്തിട്ട് ട്രോളും ചെയ്യുകയും അതേപോലെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം സിന്ധുകൃഷ്ണയുടെ അമ്മ സിന്ധുകൃഷ്ണയുടെ അച്ഛനെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ. ഓൾറെഡി പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അമ്മൂമ്മയുമായിട്ടുള്ള പ്രശ്നത്തിലാണ് ആദ്യം തുടങ്ങിയത്. അമ്മൂമ്മയുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളും അല്ലെങ്കിൽ അമ്മൂമ്മയെ നോക്കാത്തതിൻ്റെ കാരണങ്ങളും ഒക്കെയുള്ള വിശദീകരണമായിട്ട് ഇവർ പലപ്പോഴായിട്ട് പല വീഡിയോയും കണ്ടൻറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സിന്ധുകൃഷ്ണ റെഡിറ്റിലൂടെ എന്താണ് അമ്മൂമ്മയുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ന് റെഡിറ്റിലൂടെ ഒരു വീഡിയോ സഹിതം ഒരു സബ്സ്ക്രൈബറിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അമ്മൂമ്മ അപ്പൂപ്പനെ തല്ലുന്ന വീഡിയോ. അമ്മൂമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണെന്നും പലപ്പോഴും അമ്മൂമ്മ അപ്പൂപ്പനെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നുമൊക്കെയാണ് സിന്ധുകൃഷ്ണ ഒരു റാൻഡം സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുത്തിരിക്കുന്ന ഒരു വീഡിയോയ്ക്കകത്തുനിന്നാണ് ഈ ഒരു പ്രൂഫ് കിട്ടിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ രസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധുകൃഷ്ണ ഇതിന് തൊട്ട് മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യങ്ങളും എനിക്ക് വേറെ ആരുമായിട്ടും, അതായത് ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ആളുകൾക്കെല്ലാം അറിയാം, അതല്ലാണ്ട് വേറെ ആൾക്കാരുമായിട്ട് ഇതൊന്നും ഷെയർ ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് സിന്ധുകൃഷ്ണ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. അതിൻ്റെ ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡ് എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോണ്ട് നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ബട്ട് ദെൻ ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡു ഇറ്റ്. ബട്ട് ദെൻ പേഴ്സണലി നമ്മളറിയാവുന്ന എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാവുന്ന പീപ്പിൾ റിയലി മാറ്റർ ടു അസ്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ എ ലോങ് ടൈം. സോ ക്യാഷ് സോ നോർമലി നമ്മൾ നോർമൽ ടോക്സിൽ വെൻ വി ഹാവ് സം സർട്ടൻ ഇഷ്യൂസ് വെൻ വി ആർ റിയലി ഗോയിങ് ത്രൂ സം കൈൻഡ് ഓഫ് എ മെസ് ആൻഡ് ഓൾ നമ്മളിങ്ങനെ നമുക്ക് ഡിസ്കസ് വിത്ത് ആ ഫ്രണ്ട്സ് ഓർ വിത്ത് ഓൾ ദാറ്റ്. സോ എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വാട്ട് എവർ ഇസ് ദ ബിഗ് ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് everybody are aware and they know what is the truth and that's what matters to us, you know. സിന്ധുകൃഷ്ണ ഇതിനകത്ത് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കൊച്ചുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. എൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്, എൻ്റെ ഫോണിനകത്തുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ഒരിക്കലും പുറത്ത് വിടത്തില്ല. അത് അവരുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിനെ ബാധിക്കുന്ന കാര്യമാണെന്നും ഇതൊന്നും ഒരിക്കലും അവർ ചെയ്യത്തില്ല എന്നും പറഞ്ഞിട്ട് അതേ അവർ തന്നെ റെഡിറ്റിലൂടെ റാൻഡമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ വെറുതെ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മ അപ്പൂപ്പനെ തല്ലുന്ന വീഡിയോയും അമ്മൂമ്മ പറഞ്ഞിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ റാൻഡമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇവർ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ ഭാഗം ക്ലിയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത്രയും വലിയ ഇൻസിഡൻ്റ് ഒക്കെ നടന്നിട്ടും ഫൈൻ, ഇവരുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഇവർ ചെയ്യുമ്പം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവരെ ചെയ്യുമ്പോൾ ഇവരുടെ കുടുംബം മൊത്തമായിട്ടല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അമ്മൂമ്മയുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിന്ധുവിൻ്റെ മക്കളുടെയും ക്യാരക്ടർ ഇതിനെക്കാട്ടി മോശമായിരിക്കും. ഇതിനകത്ത് അമ്മൂമ്മ അപ്പൂപ്പനെ തല്ലുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഓങ്ങുന്നു. ഈ അപ്പൂപ്പൻ അവിടെ നിന്ന് എന്താ പറയുന്നത് CCTVക്കകത്ത് കേൾക്കുന്നില്ല. അപ്പൂപ്പൻ ചിലപ്പോൾ ഇതിനെക്കാട്ടിയും എന്തെങ്കിലും തിരിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും അമ്മൂമ്മ അടിക്കുന്നത്. എന്താണെങ്കിലും ഇതിലൂടെയൊക്കെ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് വിടുമ്പോൾ ഇവരുടെ കുടുംബം മൊത്തത്തിലാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി തല പുറത്ത് കാണിക്കാൻ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടെ ഓരോ ദിവസം ഓരോ രീതിയിൽ ആൾക്കാരിട്ട് ട്രോളിക്കൊണ്ടും കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ വേറൊരു ഇൻസിഡൻ്റ് ആയിരുന്നു, അത് ഞാനിവിടെ കാണിക്കാം. ഇപ്പോൾ വലിയ ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങളും ഉണ്ടാക്കിയൊരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് പോകത്തില്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം. ഷീസ് എ വണ്ടർഫുൾ ഗേൾ ആൻഡ് ഐ ആം വിത്ത് ഹർ. അഹാന ഒരു വണ്ടർഫുൾ ഗേൾ ആണോ എന്നുള്ളതിൻ്റെയൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം തല പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ചമ്മലും നാണക്കേടുമായിട്ടാണ് അഹാന നടക്കുന്നത്. അപ്പം സിന്ധുകൃഷ്ണ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട് ഓഫ് മൈൻഡ്. എല്ലാവരുടെ വീട്ടിലും ഒരു അമ്മ വേണം. എന്റെ ഡ്രീംസ് എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. എല്ലാവരുടെ വീട്ടിലും ഒരു അമ്മ വേണം. എല്ലാവരുടെയും വീട്ടിലൊരു അമ്മു വേണം എന്ന് തന്നെയല്ലേ അമ്മച്ചി ഇപ്പോൾ പറഞ്ഞത്. ഏട്ടാ അതിനെ തൊട്ട് മുന്നേ പറഞ്ഞത് എന്താ വീഡിയോയ്ക്കകത്ത്? അമ്മു എല്ലാവരുടെയും വീട്ടിൽ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അമ്മു ഞങ്ങളോട് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ഓവർ ദി ഇയേഴ്സ് ബാക്കിയുള്ള എല്ലാവരോടും ഞങ്ങൾക്ക് തന്ന ഒരു പട്ടമാണെന്ന്. ഒരിക്കലും അല്ല, അമ്മച്ചി തന്നെയാണ് എല്ലാ വീട്ടിലും ഒരു അമ്മ വേണമെന്ന് പറഞ്ഞത്. പിന്നെ ഈ വീഡിയോയ്ക്കകത്തൊക്കെ കാണിക്കുന്നത് ഒറിജിനൽ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ നടക്കുന്ന റിയൽ കാര്യങ്ങൾ മാത്രമല്ലല്ലോ. വീഡിയോയ്ക്കകത്തൊക്കെ വെറും അഭിനയം. എല്ലാവരും ശരിക്കും നടക്കുന്ന എന്തൊക്കെയാണെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഓവർ ദ മന്ത്സായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
അതേപോലെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ സ്വന്തം കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടോ ഒരു വീഡിയോയും പുറത്ത് വിടത്തില്ല, എല്ലാം എൻ്റെ കയ്യിൽ തെളിവുകളായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 2ൻ്റെ അന്ന് സകല തെളിവുകളും പുറത്ത് വിട്ട ആളാണ് സിന്ധു അമ്മച്ചി. അതേപോലെ തന്നെ അപ്പൂപ്പൻ വീട്ടിൽ വരുന്നത് എൻ്റെ അമ്മൂൻ്റെയും കൂടെ കിടക്കാനാണെന്നാണ് അമ്മൂമ്മ പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് അമ്മൂമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും അമ്മൂമ്മയുമായിട്ട് അടി ഉണ്ടാക്കിയതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് സ്വന്തം അമ്മയെക്കുറിച്ച്, അതായത് അമ്മ ചെയ്ത തെറ്റാണ്, അമ്മ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കുകയല്ല, ഇതൊക്കെ വളരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സ്വന്തം കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി സിന്ധു പറയുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ അമ്മു കാണിക്കുന്നതും സിന്ധു കാണിക്കുന്നതും കണ്ടിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും സിന്ധു അമ്മ, സിന്ധു ആൻറ്റി എന്നൊക്കെ വിളിച്ച് പുറകെ നടക്കുന്നുണ്ട്. അതേ സിന്ധു സ്വന്തം മക്കളെ ഒരിക്കലും വേറൊരാളുടെ അമ്മയെ കയറി അമ്മയെന്ന് വിളിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അത് ദിയാകൃഷ്ണ പറഞ്ഞ സ്വന്തം അമ്മായിയമ്മയെ മറ്റൊരാൾ വെല്ലോനും എന്നുള്ളൊരു സംബോധന ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്രയും അഹങ്കാരവും ധാർഷ്ട്യവുമുള്ള കുടുംബത്തിലെ ഒരാളാണ്. അപ്പം സിന്ധുവും ഈ അഹാനയും എല്ലാ എണ്ണവും കണക്കാണ്. അപ്പം ഇതിനെ ചുറ്റിപ്പറ്റി വേറെ കുറേ വീഡിയോകളും അപ്പച്ചിയെ മാറ്റി നിർത്തുന്നതും അതേപോലെ അങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പം പുതുതായിട്ട് വീഡിയോസിൽ വന്നിട്ടുണ്ട്. നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം.